Hi friends, once again welcome to my channel Travelers Path. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ്. അതായത് ടൈറ്റിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു സിമ്പിൾ ആപ്പ് കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒരു ആപ്ലിക്കേഷനിൽ തന്നെ നമുക്ക് 3, 4 അല്ല, 10 അല്ല, 15 അല്ല, 20 അല്ല, 50 അല്ല, നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് വേണോ അത്രയും ക്രിയേറ്റ് ചെയ്യാം. ഒരൊറ്റ ആപ്പിനകത്ത് തന്നെ ഒരേ ഫോണിൽ തന്നെ നിങ്ങൾക്ക് സെയിം ടൈം യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ്. അതിന് നമുക്ക് പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായി സാധാരണ പറയുന്ന പോലൊരു കാര്യം, ചാനൽ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടു, വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഇടുക. കൂട്ടത്തിൽ നിങ്ങൾക്ക് കണ്ടൻറ്റുകൾ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കിയിടുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഇതിന് നമുക്ക് ആവശ്യമായ ഒരു ആപ്ലിക്കേഷനാണ്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ്രോയിഡ് ഫോൺസിന് പ്ലേ സ്റ്റോറിൽ കിട്ടും. ഐഫോണിൽ എനിക്കറിയില്ല, ഞാനത് നോക്കിയിട്ടില്ല. ഐഫോണിൽ ഞാനത് ചെക്ക് ചെയ്തിട്ടില്ല. ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കാരണം ഞാൻ ആൻഡ്രോയിഡാണ് യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ആ ആപ്ലിക്കേഷനോട് പോകാം. അതിന് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അതിൻ്റെ ആപ്പിൻ്റെ പേര് ഇച്ചിരി നീളമുള്ളതാണ്. സോ നമുക്ക് അതിനകത്ത് മൾട്ടി ചാറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് വരുന്നുണ്ട്. കാരണം നമുക്ക് അതിൻ്റെ ലോഗോയിൽ മൾട്ടി ചാറ്റ് എന്നാണ് ഉള്ളത്. അത് നമുക്ക് ആ മൾട്ടി ചാറ്റ് തന്നെ ഒറ്റ വേർഡാണ് മൾട്ടി ചാറ്റ്. അത് ഇട്ടുമ്പോൾ തന്നെ മേളിൽ വരുന്നുണ്ട് ഈ ക്ലോൺ ആപ്പ് ആൻഡ് മൾട്ടിപ്പിൾ. സോ ഇറ്റ്സ് ഒരു ബിഗ് നെയിമാണ്. അതുകൊണ്ടാണ് മൾട്ടി ചാറ്റ് എന്ന് അടിച്ചാൽ മതി, അത് ടോപ്പിൽ വരുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ എടുക്കുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇൻസ്റ്റലേഷൻ ആകുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസിലോട്ട് വന്നു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് കാണാം വാട്സപ്പ് 0, വാട്സപ്പ് 1, അത് കഴിഞ്ഞ് ആഡ് വാട്സപ്പ് ഉണ്ട്. ഈ ആഡ് വാട്സപ്പിൽ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ ഒരു വാട്സപ്പ് കൂടെ ആഡായി, വാട്സപ്പ് 2 ആയി. വീണ്ടും ഞെക്കിയാൽ അടുത്തൊരെണ്ണം കൂടെ വന്നു, വീണ്ടും ഞെക്കിയാൽ അടുത്ത് വന്നു. ഇത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ക്ലോൺ ചെയ്യുകയാണ്. അങ്ങനെ എത്ര വാട്സപ്പ് അക്കൗണ്ട് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ ബാക്കിയുള്ള ഇതിനകത്ത് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഫീഡ്ബാക്ക്സ്, സ്റ്റേറ്റ്മെൻറ്റ്സ്, അപ്ഡേറ്റ്സ്, ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം സൈഡിലുണ്ടാവും. അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നിങ്ങൾ കാണുക. ഇവിടെ നിങ്ങൾക്ക് ഈ വാട്സപ്പ് 0 നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന വാട്സപ്പിൽ എങ്ങനെയാണോ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന അക്കൗണ്ട് എടുക്കുന്നത് ആ സെയിം മെത്തേഡിൽ തന്നെ. ഇപ്പം നമുക്ക് ഇത്രയും അക്കൗണ്ട്സ് ഉണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് വരും, റിമൂവ് ഷാഡോ എന്ന് പറഞ്ഞുണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരെണ്ണം നമ്മൾ ചെയ്യാത്തൊരെണ്ണം കാണാൻ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പം നമുക്ക് എത്ര വേണേലും മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഈ പ്ലസ് ബട്ടൺ ഞെക്കിയാൽ മതി. സോ നമുക്ക് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നല്ലാതെ നമുക്കൊരു അക്കൗണ്ട് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതിൽ ഓപ്പൺ ചെയ്യിക്കുന്നു. ആപ്പ് ഓപ്പൺ ആയി വരുമ്പോൾ നമ്മുടെ സാധാരണ വാട്സപ്പ് നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് വരുന്ന സെയിം ഇൻ്റർഫേസാണ് വരുന്നത്. അവിടെ സെയിം വാട്സപ്പിൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ സെയിം പ്രൊസീജിയർ തന്നെ ഇതിനകത്ത് നമ്മളിവിടെ ഇത് കൊടുത്ത് നമുക്കുള്ള നമ്പർ, എൻ്റെ ഒരു പ്രൈവറ്റ് നമ്പറുണ്ട്, ഞാനത് ഒന്ന് എൻട്രി ചെയ്ത് അതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് മെസ്സേജ് വരും. ആ മെസ്സേജ് വെരിഫിക്കേഷൻ മെസ്സേജ് നമ്മൾ കൊടുക്കുക. മെസ്സേജ് വരാനൊരല്പം താമസം. അവിടെ വെരിഫിക്കേഷൻ നമ്പർ എൻട്രി ചെയ്യാണ്. ഇതിനകത്ത് മിക്കവാറും നമുക്ക് ഓട്ടോമാറ്റിക്കലി മെസ്സേജ് റിക്കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ വരുന്ന മെസ്സേജിനകത്തുനിന്ന് നമ്മുടെ വെരിഫിക്കേഷൻ നമ്പർ കൊടുക്കുക, എൻട്രി ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊരു പേര് കൊടുക്കുക. ഓക്കെ കൊടുത്ത് നമ്മൾ എന്നിട്ട് വാട്സപ്പിലോട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് പോവുകയാണ്. നമ്മൾ സാധാരണ വാട്സപ്പ് ചെയ്യുന്ന സെയിം, അതിനകത്തൊന്നും വേറെ യാതൊരു മാറ്റങ്ങളുമില്ല. അങ്ങനെ നമുക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അവിടെ അങ്ങനെ നമുക്ക് നമ്മൾ സാധാരണ വാട്സപ്പ് ഓൺ വരുന്ന ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ വരുന്ന അതേ സെയിം ഇത് തന്നെ വരുന്നത്. നമുക്കിവിടെ ഒരു മെസ്സേജ് അയച്ചു നോക്കാം. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന അതിലോട്ട് തന്നെ ഞാൻ എൻ്റെ നമ്പർ വന്ന് നമുക്കൊരു മെസ്സേജ് അയക്കാം.
സെൻഡ് ആയിട്ടുണ്ട്, എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. സോ നമുക്ക് അതിലൊക്കെ ഒന്ന് പോയി നോക്കാം. ഇതാ നമ്മൾ അയച്ച മെസ്സേജ് ഇവിടെ എൻ്റെ ഇതിൽ എത്തിയിരിക്കുകയാണ്. സോ ഇതാണ് ഒരു ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം. ഇവിടെ നിങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പം നമ്മൾ ഒരെണ്ണം മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എത്ര അക്കൗണ്ട് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇപ്പോൾ ഇത് വാട്സപ്പ് 0 എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ പേര് റീനെയിം ചെയ്യാം. ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ ഈ 3 ഞെക്കിക്കഴിഞ്ഞാൽ റീനെയിം ഉണ്ട്. ആ റീനെയിമിനകത്ത് നമുക്ക് ഇതിൻ്റെ അക്കൗണ്ട് നെയിം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിന് ഞാനിപ്പോൾ എൻ്റെ നമ്പർ തന്നെ ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഓക്കെ, ഇവിടുത്തെ ടെലികോം കമ്പനിയാണ് ഡൂവിൻ്റെ നമ്പറാണ്. അപ്പോൾ സോ മൈ ഡൂ നമ്പർ എന്ന് പറഞ്ഞ് ഞാൻ സേവ് ചെയ്തു. അപ്പോൾ ആ ഒരു വാട്സപ്പ് നമുക്ക് പല അക്കൗണ്ട് ആകുമ്പോൾ ഏതൊക്കെ നമ്പറാണെന്നറിയാൻ നമുക്ക് അവിടെ നമ്പർ ചേഞ്ച് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ കളറ്, അതിൻ്റെ ഔട്ട്ലൈൻ കളർ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ബ്ലൂ സെലക്ട് ചെയ്യുന്നു. സോ ഇതിൻ്റെ ഔട്ട്ലൈൻ ആ കളറിൽ വരുന്നു. അങ്ങനെയുള്ള ബാക്കിയുള്ള സിമ്പിളായിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളുമാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്ര അക്കൗണ്ട് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വളരെ ഉപകാരപ്രദമായ ഒരു ആപ്പാണ്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക. അതുപോലെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു. സോ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതിനും വരേക്കും ഒരു നല്ല ഗുഡ് ബൈ.